ഹായ് ഹലോ നമസ്കാരം. അധികം ബോറടിപ്പിക്കാതെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാമേ. നന്ദു സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും അവന് ചിക്കൻ ഫ്രൈ കൊടുത്തൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് അടുപ്പത്ത് വെച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അയ്യോ ഇതിൻ്റെ വീഡിയോ എടുത്തില്ലല്ലോ, അയ്യോ ഇതിൻ്റെ റെസിപ്പിയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പം നമ്മൾ ഒരുപാട് മസാലകളൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ ഓരോരാളും കറികളൊക്കെ ഉണ്ടാക്കുന്നതും ഫ്രൈ ചെയ്യുന്നതും. അപ്പോൾ ഒരുപാട് മസാലകളൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടുന്ന ചേരുവകൾ: മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, ഇവ മാത്രമാണ് വേണ്ടത്. ഇവ ഇട്ട് ചിക്കൻ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് പുരട്ടി വെച്ച ചിക്കൻ അതിലേക്ക് ഇടുക. അതിൻ്റെ മുകളിൽ തന്നെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. എനിക്ക് കറിവേപ്പില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. കറിവേപ്പില കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്, മണമാണ്, ഒരുപാട് ഗുണങ്ങളും ഉണ്ട് അല്ലേ. അപ്പോൾ അതിനകത്തേക്ക് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇവയും കൂടി ചേർക്കുക. എന്നിട്ട് ഒരടപ്പ് വെച്ച് അതിനെ വേവിച്ചെടുക്കുക. ഒരു ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാൻ. പെട്ടെന്ന് ഉള്ളി കരിഞ്ഞു പോകും. ഒരുപാട് തീയിൽ വേവിച്ചെടുത്താൽ ഉള്ളി കരിഞ്ഞു പോകും. അതായത് ഉള്ളി എന്ന് പറയുന്നത് ഈ സവാളയാണ് കേട്ടോ. അത് കരിഞ്ഞു പോകുകയും ചെയ്യും, നമ്മൾ ചിക്കൻ വേവത്തുമില്ല. അപ്പോൾ ഇത് ചെറിയ തീയിൽ നമ്മളിങ്ങനെ അതിനെ മുരിച്ചെടുക്കണം. മുരിച്ചെടുത്ത ഈ ഫ്രൈക്ക് ഈ ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റും മണവും ഒക്കെ ഇങ്ങനെ മുകളിലായിട്ട് നിൽക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത ഈ ചിക്കനൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഒരുപാട് മസാലയൊന്നും ഇല്ലാത്ത ഒരു ചിക്കൻ ഇങ്ങനെ കഴിക്കുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റാണ്. കുരുമുളക് നന്നായി ഉപയോഗിക്കണം കേട്ടോ. കുറച്ച് നല്ലോണം കുരുമുളക് ഉപയോഗിക്കണം, എന്നാലേ ആ ടേസ്റ്റും കിട്ടത്തുള്ളൂ. ഈ നമ്മളിപ്പം മല്ലിപ്പൊടി മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും ഗരം മസാലയും ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്നവരിൽ അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഈ ചിക്കൻ ഫ്രൈ ഒക്കെ ഇങ്ങനെയും ചെയ്യാം. നല്ല ടേസ്റ്റാണ്. കണ്ടില്ലേ, അത് മുരിഞ്ഞ് വരുമ്പോൾ എന്ത് ഭംഗിയല്ലേ. ഇത് ഭംഗിയുള്ളതുപോലെ തന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. നമ്മളിങ്ങനെ ചുമ്മാ ഇരുന്ന് കഴിക്കാം, നമുക്ക് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാം, നമുക്ക് ചപ്പാത്തീൻ്റെ കൂടെ ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്ദുക്കുട്ടിയെ ഞാൻ നല്ലൊരു സർപ്രൈസ് തന്നെ കൊടുത്തു. അവൻ നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്തു കേട്ടോ. അപ്പം അവൻ നല്ലോണം കഴിച്ചു. അതിൻ്റെ ഇടയിൽ ഞാനൊരു ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചു. അപ്പോൾ നോക്കൂ, എന്ത് ഭംഗിയല്ലേ. നമ്മളിത് കഴിക്കാൻ നേരത്തെ ഈ ചിക്കൻ വെന്ത് കഴിയുമ്പോൾ, ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് എണ്ണ ഉണ്ടാവില്ല. എണ്ണ ഉപയോഗിക്കരുത് കേട്ടോ. അല്ലെങ്കിൽ തന്നെ എണ്ണ ഒരുപാട് ഉപയോഗിച്ചാൽ അറിയാലോ, അസുഖങ്ങൾ വരാനൊരു പാടുമില്ല. അല്ലെങ്കിൽ തന്നെ എന്ത് കഴിച്ചാലും അസുഖമാണ്. അപ്പോൾ നമ്മളെ ചിക്കൻ ഫ്രൈ വളരെ എളുപ്പത്തിൽ തയ്യാറായിട്ടുണ്ട്. നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. തിരിച്ചിട്ടും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടല്ലോ, ഉള്ളി ഇട്ടതല്ലേ, അതുകൊണ്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കരിയാതെ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പോൾ കണ്ടില്ലേ, എന്ത് ഭംഗിയല്ലേ നമ്മളെ ചിക്കൻ ഫ്രൈ കാണാൻ വേണ്ടി. അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഈ ചിക്കൻ ഫ്രൈ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക്